വന്യമൃഗങ്ങളുടെ ആക്രമണം തടയാൻ സൗരവേലി സ്ഥാപിക്കാത്തതിൽ വനം വകുപ്പിനെതിരെ പ്രതിഷേധ സമരവുമായി താമരശ്ശേരി രൂപത കത്തോലിക്ക കോൺഗ്രസ്. കോഴിക്കോട് പെരുവണ്ണാമുഴി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസിന് മുൻപിൽ സാരി കൊണ്ട് വേലി കെട്ടിയാണ് കർഷകർ പ്രതിഷേധിച്ചത്. വന്യമൃഗങ്ങളുടെ ആക്രമണത്തെ പ്രതിരോധിക്കാൻ സൗരവേലി ആവശ്യപ്പെട്ട് നിരവധി തവണ വനം വകുപ്പ് മന്ത്രിക്ക് നിവേദനം നൽകിയതാണ്. എന്നാൽ പ്രശ്നത്തിന് പരിഹാരം കാണാത്തതുകൊണ്ട് സമരമുഖത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ് താമരശ്ശേരി കത്തോലിക്ക കോൺഗ്രസ്. പെരുമണ്ണാമുഴി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലേക്ക് റാലിയായി എത്തിയ കർഷകർ സൗരവേലിക്ക് പ്രതീകാത്മകമായി സാരി കൊണ്ട് വേലി കെട്ടി പ്രതിഷേധിച്ചു. നിരന്തര വന്യജീവി ശല്യം കാരണം പൊറുതിമുട്ടിയെന്നും സർക്കാർ അടിയന്തരമായി ഇടപെട്ട് പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നുമാണ് ഇവരുടെ ആവശ്യം. നൂറുകണക്കിന് കർഷകർ അണിനിരന്ന സമരം താമരശ്ശേരി രൂപതാവികാരി ജനറൽ ഫാദർ മോൺസൺ ജോയ്സ് വയലിൽ ഉദ്ഘാടനം ചെയ്തു. ദേശീയ ശരാശരി എന്ന് പറയുന്നത് 22%. ഇവിടുത്തെ ഫോറസ്റ്റ് 29.67% മാത്രമാണ്. ബാക്കിയുള്ള 25% പച്ചപ്പും ഈ നാട്ടിനെ നിലനിർത്തുന്നത് ഇവിടുത്തെ കർഷകരാണ്. എന്നിട്ടാണ് ഈ കർഷകരെ കൈയേറ്റക്കാരെന്ന് മുദ്രകുത്തി അവഹേളിക്കുന്ന ഭരണ സമൂഹം നമ്മുടെ ചുറ്റുമുള്ളതെന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓർക്കുക, ഇത് നമ്മുടെ അതിജീവനത്തിന് വേണ്ടിയുള്ള സമരമാണ്. ഇതൊരിക്കലും നാം പരാജയപ്പെടുത്താനായിട്ട് സാധിക്കരുത്. ഇത് വിജയിക്കുവോളം നമ്മൾ മുന്നോട്ട് നടന്നു നീങ്ങേണ്ടതായിട്ടുണ്ട്. കർഷകരെ രക്ഷിക്കാനെന്ന പേരിൽ സർക്കാരും വനം വകുപ്പും ഏർപ്പെടുത്തുന്ന നാമമാത്ര വന്യമൃഗ പ്രതിരോധ നടപടികൾ പ്രഹസനമാണെന്ന് താമരശ്ശേരി രൂപത കത്തോലിക്ക കോൺഗ്രസ് വ്യക്തമാക്കി. കൂരാച്ചുണ്ട്, മരുതോങ്കര ഫെറോനുകളുടെ പരിധിയിൽ വരുന്ന മുഴുവൻ ഇടവകളിൽ നിന്നുള്ള കർഷകരും പ്രതിഷേധ സമരത്തിൽ പങ്കാളികളായിരുന്നു. ന്യൂസ് മലയാളം, കോഴിക്കോട്.